ഹലോ! ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അതിനായിട്ട് ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി കട്ടിയുള്ള പേപ്പറാണ്. ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന പേപ്പറാണ്. ആദ്യമേ തന്നെ ആ പേപ്പറിലോട്ട് ഞാൻ മാസ്കിങ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ മാസ്കിങ് ടേപ്പ് എൻ്റെ ഡ്രസ്സിലിങ്ങനെ ഒട്ടിച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് ഒട്ടിച്ചിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും അതിൻ്റെ പശ ഒന്ന് കുറഞ്ഞ് കിട്ടും. എങ്കിലേ അത് പറിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേപ്പറും കൂടി പോരാതിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ റെഫറൻസ് ഇമേജ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള റെഫറൻസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് പിൻട്രസ്റ്റ് നോക്കിയാണ് ഞാൻ വരച്ചത്. അത് കഴിഞ്ഞിട്ട് ആ വരച്ചതിൻ്റെ കട്ടി ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ റേസർ കൊണ്ടിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ടേബിളിലായിട്ട് ന്യൂസ് പേപ്പറൊന്ന് വിരിച്ച് കൊടുക്കാനുണ്ട്. കാരണം പെയിൻ്റൊന്നും ആയാൽ പോകാൻ പാടില്ലേ. പിന്നെ നമ്മുടെ റെഡും ഗ്രീനും കൂടി മിക്സാക്കി ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. ബ്രൗൺ ഒരു ചോക്ലേറ്റിൻ്റെ കളറൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ കളറല്ല എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റും കൂടി ആഡ് ചെയ്തു. പക്ഷേ അത് ശരിയായില്ല. പിന്നെ ഞാൻ കുറച്ച് യെല്ലോയും കൂടി ആയപ്പോൾ ആ കളർ കിട്ടി. ഒരു ബ്രിക്ക് റെഡ് കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. റെഫറൻസിൽ ഇതേ കളറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ അടിച്ചത്. ഈ ബ്രഷ് കൊണ്ടിട്ട് ഈ അറ്റമൊക്കെ അടിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെടുത്തത്. പക്ഷേ കുറച്ചും കൂടി വീതിയുള്ള ബ്രഷായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് അടിക്കാൻ പറ്റുമെന്ന് തോന്നി. ആദ്യമേ ഞാൻ ഈ ബ്രഷ് വെച്ച് ഫുൾ അടിച്ച് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീതിയുള്ള ബ്രഷ് വെച്ചിട്ട് ഒരു ലെയറും കൂടി കൊടുത്തപ്പോഴാണ് ഫുള്ളൊന്ന് ഫിനിഷായി കിട്ടിയത്. ഇതാ ബ്രഷ് വെച്ച് അടിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ പെയിൻറ്റിങ് താഴത്ത് വീണ് ഞാൻ ഓർത്ത് ഇത് ഫുൾ കൊളാവും, എല്ലാം പടർന്നു പോകും എന്നൊക്കെ. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ടാവും, പെട്ടെന്ന് ഉണങ്ങിപ്പോയത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ബ്ലാക്ക് അടിച്ച് മറ്റേ ക്യാറ്റിന് ഫുൾ ബ്ലാക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ അടിച്ച ആ ബ്രിക്ക് റെഡ് കളറിലോട്ട് ഞാൻ കുറച്ച് വൈറ്റും ഗ്രീനും അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ ആഡ് ചെയ്തപ്പോൾ ഈ ഒരു കളർ കിട്ടി. അപ്പോൾ ഇത് ഞാൻ ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സണ്ണ് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഈ ഒരു കളർ വെച്ച് ഞാൻ ഫുൾ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് തന്നെ കുറച്ച് യെല്ലോയും പിന്നെ കുറച്ച് വൈറ്റൊക്കെ കൂടി ആഡ് ചെയ്തപ്പോൾ ഇങ്ങനൊരു കളറ് കിട്ടി. അപ്പോൾ ഞാൻ അതും ആ സണ്ണിന് ഇങ്ങനെ അടിച്ചു കൊടുത്തു. ഇതും കൂടി ഫുൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആവും. ഈ ചെറിയ ചെറിയ സ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് സമയമെടുത്ത് വരച്ചില്ലെങ്കിൽ ഫുൾ കൊളാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പാർട്ട്, നമ്മുടെ മാസ്കിങ് ടേപ്പ് അഴിക്കുക എന്നുള്ളത്. ഇതിൻ്റെ പശ നമ്മൾ കുറച്ചൊക്കെ കളഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പേപ്പറൊന്നും കീറിയൊന്നും പോയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിത് ഫ്രെയിമും കൂടി ചെയ്തെന്ന് വെച്ച് ഫ്രെയിം ചെയ്തപ്പോൾ ഇതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണുണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.